ഞാനും പെരേരയിലുണ്ടായിരുന്നു. പെരേരയ്ക്ക് ആത്മനിയന്ത്രണവും ഇല്ല. പുള്ളി അവിടെ കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒപ്പം പോയി വീഡിയോ എടുക്കലാണ്. ഞാനും വിശ്വസിച്ചാലും ഞങ്ങളെ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ. അവർക്ക് താല്പര്യമില്ലാണ്. ഇങ്ങനെ പോയ താമസിച്ചാൽ പെരേരയുടെ പേരിൽ പെണ്ണ് കേസ് വരും. ഇവനവിടെ പോയി ഫോട്ടോ എടുക്കലാണ്. ഇവന് ഒരു ആത്മനിയന്ത്രണം ഒരു കാര്യം തോന്നി അപ്പം ചെയ്യണം. ഞാൻ ഇപ്പോഴേ പറയുന്നത് താമസിയാത്ത ഒരു കേസ് പെരേരയുടെ പേരിൽ വരും. അത് പെണ്ണ് കേസായി കയ്യിലിരിപ്പോൾ അതാണ്. പെണ്ണേഴ്സ് വരും. പറഞ്ഞ് ഞാൻ കേൾക്കില്ല, പറഞ്ഞ് തന്നാവില്ല, അനുഭവിച്ച് തന്നാവുള്ളൂ. എന്താ പിന്നെ ജംഗിളില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇത് ഷോർട്ട് ഫിലിമെല്ലാം ഞാൻ ഇറങ്ങി കണ്ടു. എന്നാ ഡയറക്ഷൻ ക്രിസ്റ്റഫർ നോളൻ്റെ ഡയറക്ഷനല്ലേ പടം. അഭിനയം പറഞ്ഞ മർലൻ ബ്രാൻഡോ സ്റ്റൈൽ അഭിനയം. എന്നാ ക്ലാസിക് പടം. എന്തായാലും ഞാൻ അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ വന്നാൽ പറയാൻ ആ പടം പ്രൊമോട്ട് ചെയ്യണോ. അവൻ്റെ പണ്ട് വിറ്റിച്ചൊക്കെ സെറ്റാക്കി വന്നപ്പോൾ അവൻ വന്നിട്ട് എന്നെല്ലാം ആട്ടെ. ഇപ്പോൾ കുറേ കല്യാണ ഫംഗ്ഷൻസ് മറ്റെല്ലാം പോകുന്നുണ്ട്. പക്ഷെ പകുതി കാശ് കൂടുതലുള്ളത് കൊണ്ടുപോകാണ്. പുള്ളി എന്തായാലും കിട്ടുന്നില്ല. പിന്നെ മറ്റേ ഗൾഫ് യാത്ര മുടങ്ങിപ്പോയി. അവൻ്റെ പോപ്പുലാരിറ്റി വെച്ചാണ് പോകുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാരാണ് എല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ അവൻ്റെ അമ്മൂമ്മ എന്താ കാർഡിയക് അറസ്റ്റ് നടക്കുന്നത് പറഞ്ഞു. എന്നാൽ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അവൻ്റെ അമ്മൂമ്മയ്ക്ക് രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് വന്നു. അവൻ വീട്ടിൽ പോകണില്ല. ഇങ്ങനെ കല്യാണത്തിന് പോയിട്ട് വീട്ടിലെടുത്ത് ആകെ പ്രശ്നം. ഇപ്പോൾ വീട്ടിൽ കയറ്റിൽ അറിയണം. ഇപ്പോൾ പുള്ളി ഹോട്ടലിലേക്ക് താമസിക്കുന്നത്. വീട്ടിൽ എ സി ഇല്ല, ഹോട്ടലിൽ എ സി ഉണ്ട്. കൂടെ കുറേ എർത്തുകളുണ്ട്. അവന്മാരാണ് ഇയാളുടെ കാശ് വാങ്ങി കൊണ്ടുപോകുന്നത്. ഇയാളാട്ടെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇവരുടെ മുന്നിൽ ഒപ്പിക്കുന്നത്. അവസാനം ജയിലിലേക്ക് പോയെന്നാൽ മതി. ഈ ബിഗ് ബോസ് പുള്ളിയെ ആൾ വാങ്ങാം. ബിഗ് ബോസ് കിട്ടിയ പുള്ളി ഒരു പെരേര സ്റ്റോഴ്സ് എന്ന് പറയേണ്ട ഒരു പലചരക്കാണ് തുടങ്ങുന്നത്. പുള്ളിക്ക് ഏറ്റവും പറ്റിയതാണ് കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയത്തുമാണ് ഈ വക്രത ഭയങ്കരമാണല്ലോ. ഇനി അടുത്ത കാലത്തേക്ക് മന്ദാട്ടിയായിട്ട് പുള്ളി വരാൻ പോകുന്നില്ല. ചോളവിസ്കി വന്ന ഏർപ്പെടുത്തലാണ്. ഇതാണ് ചോളവിസ്കി വിനയാണ് ഒരുപാടുള്ള ഗുലാം തട്ടുകടിയാണ്. അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് വേണം. നായകോസിന് എന്തേ ഉള്ളൂ പറയുന്ന പടത്തിൽ നായക പുള്ളിയാണ് വിചാരം. അവൻ 12 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയാണ് പെരിച്ചായ മുതൽ. ഏത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ പറയാണ് ഏക റിവ്യൂർ 250 കോടി ക്രോസ് ചെയ്ത ഏക റിവ്യൂർ അവനാണ്. ഏതോ മൂലയിൽ പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൻ്റെ പടം എന്ന് പറയുന്നത്. എന്നാൽ ബേസിക്കലി ആൾ പാവമാണ്. ഒരുപാട് പേരാണ് പറ്റിക്കുന്നുണ്ട്. ഇന്നാളെ ഞാൻ ചോദിച്ചപ്പോൾ പറയാണ് അവൻ്റെ പഠിക്കുന്ന കാലത്ത് അവനെ സൈക്കാട്രിസ്റ്റിലേക്ക് കാണിച്ചു. ബുദ്ധി കുറവാണ് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു സൈക്കാട്രിസ്റ്റ് പറഞ്ഞു ബുദ്ധി കൂടുതലാണ്. പഠിത്തത്തിൻ്റെ എന്ത് കാരണം സൈക്കാട്രിസ്റ്റിൽ കണ്ടു. പുള്ളിക്ക് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടേ കാണിച്ചിട്ട് പുള്ളിക്കാരൻ ബുദ്ധി കൂടിപ്പോയാണ്. എന്തായാലും ആട്ടെ പ്രിൻസ് ആൻഡ് ഫാമിലി സെക്കൻഡ് ഹാഫ് രസമാണ് പെരേരയെ കാണിക്കുന്നത്.